അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അതുല്യമായ വ്യക്തിത്വവും അപ്രതീക്ഷിത നയങ്ങളുമായി എന്നും ചർച്ചാ വിഷയമാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി അദ്ദേഹം നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധരുടെ നിരന്തരമായ നിരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഈ നയങ്ങൾ രാജ്യത്തെ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് ഏറ്റവും ശക്തമായി മുന്നറിയിപ്പ് നൽകിയത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും സാമ്പത്തിക വിദഗ്ധയും നിലവിൽ അമേരിക്കൻ സെനറ്ററുമായ എലിസബത്ത് വാറനാണ്. 2008 സാമ്പത്തിക മാന്ദ്യം കൃത്യമായി പ്രവചിച്ച് ശ്രദ്ധേയയായ വാറൻ ട്രംപിന്റെ സമീപനങ്ങൾ 2008 വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിയൊരുക്കുമെന്നാണ് വാദിക്കുന്നത്. ഈ വാദങ്ങളുടെ അടിസ്ഥാനം എന്താണെന്നും ട്രംപിന്റെ നയങ്ങൾ എങ്ങനെയാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതെന്നും നമുക്ക് വിശദമായി അറിയേണ്ടിയിരിക്കുന്നു. 2008 ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യമാണ് അമേരിക്കയെ പിടിച്ചുകുലുക്കിയത്. സബ്പ്രൈം മോർട്ട്ഗേജ് പ്രതിസന്ധി, ധനകാര്യ സ്ഥാപനങ്ങളുടെ നിയന്ത്രണമില്ലാത്ത പ്രവർത്തനങ്ങൾ, വായ്പാ മാനദണ്ഡങ്ങളിലെ അയവ്, പെരുകി വന്ന ഉപഭോക്തൃ കടം എന്നിവയെല്ലാം ചേർന്നാണ് ആ തകർച്ചയ്ക്ക് കാരണമായത്. ഹാർവാർഡ് പ്രൊഫസറായിരുന്ന കാലത്ത് ഈ അപകടം മുൻകൂട്ടി കണ്ട ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു എലിസബത്ത് വാറൻ. വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് അവർ നൽകിയ മുന്നറിയിപ്പുകൾ അന്ന് പലരും അവഗണിച്ചെങ്കിലും പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ വാറന്റെ കാഴ്ചപ്പാടുകളുടെ കൃത്യത തെളിയിച്ചു. വർഷങ്ങൾക്കിപ്പുറം ട്രംപിന്റെ ഭരണകാലത്ത് അതേ ദുരന്തത്തിന്റെ സൂചനകൾ വീണ്ടും കണ്ടു തുടങ്ങിയെന്ന് വാറൻ പറയുന്നുണ്ട്. സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഏജൻസികളുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കിയും നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞും ധനകാര്യ മേഖലയിൽ കൂടുതൽ അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2008 സംഭവിച്ചതുപോലെ സാമ്പത്തിക സുരക്ഷാ സംവിധാനങ്ങൾ ദുർബലപ്പെടുത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് താരിഫ് അഥവാ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ചുമത്തുന്ന അധിക നികുതി. ചൈനയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കുക, അമേരിക്കൻ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ട്രംപ് ഈ നയം നടപ്പാക്കിയത്.